ഹായ് എവരി വൺ. ഇന്ന് നമുക്ക് കുറച്ച് PSC ടോക്സ് ആവാം. റാങ്ക് ഹോൾഡേഴ്സ് ഗ്രൂപ്പ്, റാങ്ക് ഹോൾഡേഴ്സ് മീറ്റപ്പ്, ഇങ്ങനെയൊക്കെയുള്ള ടേംസ് നമ്മൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെയൊക്കെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഒരു റാങ്ക് ഹോൾഡേഴ്സ് ഗ്രൂപ്പിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു ഉദ്യോഗാർത്ഥി PSC എക്സാം എഴുതി റാങ്ക് ലിസ്റ്റിൽ വരുന്നത് മുതൽ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് വരെ കടന്നു പോകുന്ന കുറച്ച് പ്രോസസ്സുകളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോയിൽ കാണുന്ന ഭാഗങ്ങൾ ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം നടന്ന കുറച്ച് പോർഷൻസ് പല സമയങ്ങളിലായി ഷോർട്ട് വീഡിയോസ് ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണ്. അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയിരിക്കുന്ന ഒരു ലോങ് വീഡിയോയാണിത്. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന വീഡിയോ PSC റിലേറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ അതിൻ്റെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എടുത്ത വീഡിയോയുടെ ക്ലിപ്പിംഗ്സ് ആണ്. എക്സാം അറ്റൻഡ് ചെയ്യുന്നത് വരെയുള്ള പ്രോസസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം ആദ്യം വരുന്നൊരു സംഭവമാണ് ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത്. PSC എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളെയും ചേർത്ത് PSC ആദ്യം തന്നെ ഒരു ഷോർട്ട് ലിസ്റ്റ് പുറത്തുവിടും. ഇതാണ് ആദ്യം നടക്കുന്ന പ്രോസസ്സ്. ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പിന്നീട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി അതാത് ജില്ലാ PSC ഓഫീസുകളിൽ പോകേണ്ടതുണ്ട്. ഇത് അങ്ങനെ ഒരു ദിവസം എടുത്ത വീഡിയോയാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നത്. നമ്മുടെ പ്രൊഫൈലിൽ മെസ്സേജ് വരും. അപ്പം നമ്മൾ ആവശ്യമായ രേഖകളും കൊണ്ട് PSC ഓഫീസിൽ ചെല്ലുക. ഓരോരുത്തർക്കും ഓരോ ദിവസം അലോട്ട് ചെയ്ത് തന്നിരിക്കും, ദിവസവും സമയവും. ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അവിടെ ഹാജരാവുകയും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഷോർട്ട് ലിസ്റ്റ് വന്ന ഉടനെ തന്നെ റാങ്ക് ഹോൾഡേഴ്സ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ആദ്യ സമയങ്ങളിൽ പരിചയമുള്ള കുറച്ച് ആളുകൾ ചേർന്നായിരിക്കും ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. പിന്നീട് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ബാക്കി ഉദ്യോഗാർത്ഥികളെ പല രീതിയിലും കോൺടാക്റ്റ് ചെയ്ത് നമ്പറുകൾ എടുത്ത് അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇതൊരു ഒഫീഷ്യൽ ഗ്രൂപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഓരോ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു അൺഓതറൈസ്ഡ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് ഈ ഉദ്യോഗാർത്ഥികൾ മാത്രം ചേർന്നുകൊണ്ടാണ്. അല്ലാതെ ബൈ റൂൾ ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടാകണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വർക്കിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ ആളുകളെ ആഡ് ചെയ്യുന്നു. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഉദ്യോഗാർത്ഥികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ കയ്യിൽ നിന്ന് നമ്പർ കളക്ട് ചെയ്യുകയും അങ്ങനെയാണ് ഗ്രൂപ്പിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്നത്. ഇതിനൊക്കെ ശേഷം നമ്മൾ ഓഫ്ലൈൻ മീറ്റിംഗ് സംഘടിപ്പിക്കും. ഇടുക്കി LGSൻ്റെ ഓഫ്ലൈൻ മീറ്റിങ്ങിൻ്റെ ചില ഭാഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് 3 വർഷക്കാലം ഈ റാങ്ക് ലിസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനുള്ള ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ ഇതിൽ മെയിൻ ആയിട്ടുള്ള ആളാണ് വർക്ക് കോർഡിനേറ്റർ എന്ന് പറയുന്നത്. റാങ്ക് ലിസ്റ്റിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് തന്നെ റാങ്ക് ഹോൾഡേഴ്സ് ഗ്രൂപ്പാണ്. ഒരു ജില്ല മുഴുവൻ വളരെ കുറച്ച് ആളുകളെ കൊണ്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മൾ ഒരു ജില്ലേനെ താലൂക്ക് ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നു. ഇപ്പോൾ ഇടുക്കി ജില്ലയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇടുക്കിയിൽ 5 താലൂക്കുകളാണുള്ളത്. 5 താലൂക്കുകൾക്കും ഓരോ താലൂക്ക് വർക്കിംഗ് ഗ്രൂപ്പും ആ താലൂക്ക് വർക്കിംഗ് ഗ്രൂപ്പിന് വർക്ക് കോർഡിനേറ്റേഴ്സും ഉണ്ടാവും. ഗ്രൂപ്പിൽ മെയിനായിട്ടൊരു വർക്ക് കോർഡിനേറ്റർ ഉണ്ടാവും. ഈ വർക്ക് കോർഡിനേറ്ററെ സഹായിക്കാനായിട്ട് താലൂക്ക് കോർഡിനേറ്റേഴ്സും ഉണ്ടാവും. താലൂക്കിലെ ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോവുകയും വർക്ക് നടത്തുകയും അതിൻ്റെ റിപ്പോർട്ട്സ് മെയിൻ വർക്ക് കോർഡിനേറ്റർക്ക് കൊടുക്കുകയും ചെയ്യുകയാണ് താലൂക്ക് കോർഡിനേറ്ററുടെ ഡ്യൂട്ടി. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കാണ് ഓരോ താലൂക്കിലും എത്ര ഗവൺമെൻറ് ഓഫീസുകളുണ്ട് എന്നുള്ളത് ഒരു ലിസ്റ്റ് എടുത്ത് വയ്ക്കുകയും ഈ ഗവൺമെൻറ് ഓഫീസുകളിലേക്ക് ഈ താലൂക്ക് വർക്കിംഗ് ഗ്രൂപ്പിലെ ആളുകളെ ഓരോ ടീമായി ഓരോ ഏരിയ തിരിച്ച് ആ ഓഫീസുകളിലേക്ക് വിടുകയും അവിടുത്തെ ഡീറ്റെയിൽസ്, അതായത് നമ്മൾ ഏത് റാങ്ക് ലിസ്റ്റിലാണോ ഉൾപ്പെട്ടത് ആ പോസ്റ്റ് ആ ഓഫീസിൽ എത്ര എണ്ണമുണ്ട്, അവിടെ എത്ര വേക്കൻസികളുണ്ട്, ഭാവിയിലേക്ക് ഈ 3 വർഷക്കാലത്തിനിടയിലേക്ക് അവിടെ എത്ര വേക്കൻസികൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ അന്വേഷിച്ച് കൃത്യമായി അതിനൊരു റിപ്പോർട്ടും ഉണ്ടാക്കി വയ്ക്കും. നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി ഫോളോ അപ്പും കാര്യങ്ങളും ചെയ്യുന്നത്. ചില ഓഫീസുകളിൽ വേക്കൻസി ഉണ്ടാവില്ല, ചില ഓഫീസുകളിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ വേക്കൻസി വരാനുണ്ടാവും, ചില ഓഫീസുകളിൽ അടുത്ത വർഷങ്ങളിൽ വേക്കൻസി വരാനുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും എല്ലാ ഓഫീസുകളിലേക്കും പോകേണ്ടതില്ല. ഇത്തരത്തിൽ നമ്മൾ ആദ്യം ഇറങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസ് വെച്ചിട്ട് ബാക്കി ഫോളോ അപ്പ് അതാത് സമയ കാലയളവിനുള്ളിൽ നമ്മൾ പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓഫീസ് വിസിറ്റ് ചെയ്ത് നമ്മൾ വേക്കൻസി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതിനെ നമ്മൾ ഫീൽഡ് വർക്ക് എന്നാണ് പറയുന്നത്. റാങ്ക് ഹോൾഡേഴ്സ് ഗ്രൂപ്പ് നടത്തുന്ന മറ്റൊരു പ്രവർത്തനമാണ് ഡിലീഷൻ വർക്ക്, NJD വർക്ക് പോലുള്ള കാര്യങ്ങൾ. ഡിലീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട സെയിം ഉദ്യോഗാർത്ഥി തന്നെ മറ്റ് റാങ്ക് ലിസ്റ്റുകളിലും ഉണ്ടാവാം. ആ ഉദ്യോഗാർത്ഥികൾക്ക് ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നുന്ന ജോലി അവർ സ്വീകരിക്കുകയും മറ്റൊരു ജോലി വേണ്ടാന്ന് വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതിന് നമ്മൾ ഡിലീഷൻ എന്ന് പറയുന്നു. അവർക്ക് ആ ജോലി വേണ്ട, അപ്പോൾ അവരുടെ റാങ്ക് ജസ്റ്റ് ഡിലീഷൻ മീൻസ് ഡിലീറ്റ് ആക്കുക, അത്ര തന്നെ. നമ്മൾ ആ റാങ്ക് ഡിലീറ്റ് ആക്കുന്നു. ഇതിന് കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെയുണ്ട്. ഡിലീഷൻ തരുന്ന ഉദ്യോഗാർത്ഥികളുടെ സൈന്, അവരുടെ കുറച്ച് കാര്യങ്ങളും ഒക്കെ നമുക്കിതിന് ആവശ്യമായിട്ടുണ്ട്. അപ്പം ആ വർക്കൊക്കെ ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് ഈ ഡിലീഷൻ എടുത്ത് PSC ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ നിന്നും ആ ഉദ്യോഗാർത്ഥി ഡിലീറ്റ് ആയി പോയി എന്നാണ് മീനിങ്. അപ്പോൾ ആ റാങ്കിന് പിന്നിലേക്കുള്ള ബാക്കി ഉദ്യോഗാർത്ഥികൾ ഓരോ ടേൺ ഫ്രണ്ടിലേക്ക് വരുന്നു. അതാണ് ഡിലീഷൻ വർക്ക്. അതുപോലെ NJD വർക്ക്. NJD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ജോയിനിങ് ഓൺ ഡ്യൂട്ടി. അതായത് ഈ ജോലിയുടെ അഡ്വൈസും അപ്പോയിൻമെൻറ്റ് ഓർഡറും ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞു, പക്ഷേ അയാൾക്ക് ഈ ജോലി വേണ്ട എന്നുള്ള സാഹചര്യത്തിൽ അവർ ഇവിടെ ജോയിൻ ചെയ്യത്തില്ല. അപ്പോൾ ജോയിൻ ചെയ്യാതിരിക്കുമ്പോൾ ആ ഒരു വേക്കൻസി നമുക്ക് വീണ്ടും വരികയാണല്ലോ. അപ്പോൾ ജോയിൻ ചെയ്യുന്നില്ല എന്നുള്ളതിനൊരു പ്രൂഫ് വേണം. അതിനും കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളും ഉണ്ട്. അത് ഈ ഉദ്യോഗാർത്ഥിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഈ പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്ത് സൈൻ ചെയ്ത് മേടിച്ച് ഇതും PSCക്ക് കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ഉദ്യോഗാർത്ഥികൾ തന്നെ പിന്നാലെ നടന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ അതിൻ്റേതായ NJD തനിയെ ആവട്ടെ എന്ന് വിചാരിച്ചാൽ ഇതിന് കുറച്ച് കാലതാമസം എടുക്കും. 3 മുതൽ 6 മാസം വരെ NJDക്ക് കാലതാമസമുണ്ട്. വെറും 3 വർഷം മാത്രം കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റുകളിൽ ഇതുപോലെ നേരിടുന്ന കാലതാമസങ്ങൾ ഈ റാങ്ക് മുന്നോട്ട് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ജോലി കുറച്ച് വൈകിപ്പിക്കാനും അതുപോലെ തന്നെ റാങ്കിൽ കുറച്ച് പിന്നിലേക്കായ ഉദ്യോഗാർത്ഥികളെ ജോലി പോലും കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാകാനും ഇടയുണ്ട്. അതുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികൾ ഇതിന് പിന്നാലെ നടന്ന് ഇതിൻ്റെ വർക്ക് ചെയ്ത് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി നമ്മൾ നടത്തുന്ന മറ്റൊരു വർക്കാണ് RTI വർക്ക്. PSC പഠിക്കുമ്പോൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അതായത് വിവരാവകാശ നിയമം. നമ്മൾ പല ഓഫീസുകളിലും ഫീൽഡ് വർക്കായിട്ട് ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും നമ്മളോട് ഒരേ രീതിയിലായിരിക്കുകയല്ല സഹകരിക്കുന്നത്. ചിലർ വേക്കൻസി ഉള്ളതുപോലെ പറഞ്ഞു തരികയും ചിലർ അത് പറഞ്ഞു തരാതിരിക്കുകയും മറ്റു പല കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വേക്കൻസി മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യപ്പെടുന്ന അവസ്ഥകൾ പല ഉദ്യോഗാർത്ഥികളും കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കൂടുതൽ വശങ്ങളിലേക്ക് ഞാൻ പോണില്ല, ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. അത്തരത്തിൽ നമ്മളോട് സഹകരിക്കാത്ത ഓഫീസുകളിലേക്ക് നമ്മൾ വിവരങ്ങൾ അറിയാനായിട്ട് വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ വയ്ക്കുകയും അതിൽ നിന്ന് നമുക്ക് വിവരാവകാശത്തിൻ്റെ ആൻസർ കിട്ടുകയും ചെയ്യുന്നു. അതാണ് RTI വർക്ക്. ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഫണ്ട് എന്ന് പറയുന്നത് മുഖ്യമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. RTI ചെയ്യണമെങ്കിൽ നമുക്ക് ഫണ്ട് വേണം, NJD എടുക്കണമെങ്കിൽ അതിന് ഫണ്ട് വേണം, ഇതിന് ഒരുപാട് മുദ്ര പേപ്പറുകൾ കാര്യങ്ങൾ ഒക്കെ വേണം. അപ്പോൾ അതിന് ഫണ്ട് വേണം. അതുപോലെ തന്നെ ഡിലീഷൻ എടുക്കണമെങ്കിലും അങ്ങനെ തന്നെ. പിന്നെ ഫീൽഡ് വർക്കിന് ഇറങ്ങുന്ന ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ, അപ്പോൾ മിക്ക സ്ഥലങ്ങളിലും സ്ഥിരം പോകുന്നവർ തന്നെയാണ് എന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ എന്നും എല്ലാവർക്കും ഈ ലിസ്റ്റിലുള്ള എല്ലാ പേർക്കും ജോലി മേടിച്ച് കൊടുക്കാനായിട്ട് വളരെ കുറച്ച് പേര് അവരുടെ കയ്യിൽ നിന്നും പൈസ മുടക്കി പോവുക എന്നുള്ളതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഫണ്ട് ഉണ്ട്. ഈ ഫണ്ട് കളക്ട് ചെയ്യുന്നത് നമ്മളെല്ലാവരും തന്നെ ചേർന്നാണ്. ഒരാൾക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞ് ആ ഗ്രൂപ്പിലുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികളും ഇത്ര രൂപ ഫണ്ട് ഇട്ടിട്ടുണ്ടായിരിക്കും. ആ ഫണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരമല്ല ഒരു എക്സാം എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലിയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത്. താരതമ്യേന എളുപ്പമായിട്ടുള്ള കാര്യമാണ് നമ്മൾ എക്സാമിന് പഠിക്കുക, എക്സാം എഴുതുക. അതിന് ശേഷമുള്ള പ്രോസസ്സാണ് ഏറ്റവും ടഫ് എന്ന് എനിക്കിതിൽ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. ഒരു റാങ്ക് ഹോൾഡേഴ്സ് ഗ്രൂപ്പ് എത്രത്തോളം ആക്റ്റീവാണോ അത്രത്തോളം ആ റാങ്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. നമ്മൾ നടത്തുന്ന വർക്കിനനുസരിച്ചാണ് വേക്കൻസികൾ കയറുന്നത്. ഉദ്യോഗസ്ഥർ അവരുടെ സൗകര്യത്തിനനുസരിച്ച് എപ്പോഴെങ്കിലുമൊക്കെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യട്ടെ എന്ന് കരുതി നമ്മൾ ഇരിക്കുന്നതിനനുസരിച്ച് നമ്മൾ ജോലിയിൽ കയറാനുള്ള ചാൻസും പിന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമുക്കാകെ 3 വർഷം മാത്രമേ ഒരു ലിസ്റ്റിന് കാലാവധിയുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ തന്നെ ഇറങ്ങി പുറപ്പെട്ട് മാക്സിമം വേക്കൻസികൾ ഈ ഓഫീസേഴ്സിനെ കൊണ്ട് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം വേഗത്തിൽ ജോലിക്ക് കയറാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ കണ്ട വീഡിയോ ക്ലിപ്പിംഗ്സ് എല്ലാം നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് നടത്തിയ പല പല യാത്രകളുടെ വീഡിയോസാണ്. നമ്മുടെ ചാനലിലെ ഷോർട്ട് വീഡിയോസിൽ പലതിലായിട്ടും നമ്മുടെ ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ ജോലിക്ക് കയറിയ ഉദ്യോഗാർത്ഥികളുടെ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണണമെന്നുള്ളവർക്ക് ചാനൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലുമൊക്കെയോ നമ്മുടെ ചാനലിലേക്ക് ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് പറയുക. നമുക്കതൊക്കെ വീഡിയോസായിട്ട് ഷെയർ ചെയ്യാം. കൂടുതൽ PSC കണ്ടൻസുമായി വീണ്ടും കാണാം.